നമസ്കാരം. ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകവാർത്തകളുമായി ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യയിലെ പാചകവാതക ഇന്ധന മേഖലയെ കുറച്ചൊന്നുമല്ല താളം തെറ്റിച്ചത്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്നതിന് തടസ്സമായിരുന്നു. പ്രതിദിനം 13 മില്യൺ ബാരൽ ഇന്ധനമാണ് ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോയിരുന്നത്. ചിലയിടങ്ങളിൽ 55 കിലോമീറ്റർ മാത്രം വീതിയുള്ള കടലിടുക്ക് ഇറാൻ അടച്ചാൽ ലോകം മുഴുവൻ പ്രതിസന്ധിയിലാകും. ഇന്ധനത്തിന് നെട്ടോട്ടമോടും, ആവശ്യ സാധനങ്ങളുടെ വില കൂടും. സംസ്ഥാനത്തുൾപ്പെടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും LPG ദൗർലഭ്യം രൂക്ഷമാണ്. ഹോട്ടലുകളും കടുത്ത പ്രതിസന്ധിയിലാണ്. പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് മൂലം രാജ്യത്തൊട്ടേറെ ഹോട്ടലുകൾ അടച്ചുപൂട്ടി. വരും ദിവസങ്ങളിൽ ദുരിതം കൂടുമെന്നാണ് സൂചന. ക്രൂഡ് ഓയിൽ LPG സേവനം ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് സംഭവിച്ച വീഴ്ചയാണ് രാജ്യത്തെ സ്ഥിതി ഗുരുതരമാക്കിയത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്കിലെ ഏത് ചലനവും അതിനിർണായകമാണ്. നിലവിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങളുള്ള സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളെയാണ് ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇന്ത്യ 85 മുതൽ 90% ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിൽ 40 മുതൽ 50% ഹോർമൂസ് വഴി ഗൾഫിൽ നിന്നാണ്. ഇന്ധന വിതരണം തടസ്സപ്പെട്ടാൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില പെട്ടെന്ന് ഉയരും. ഗതാഗതം, കൃഷി, വ്യവസായം എന്നിവയെ ബാധിക്കും. ഇറക്കുമതി ബില്ല് വർദ്ധിക്കുന്നതിലൂടെ രൂപയുടെ മൂല്യം തകരാറിലാവുകയും പണപ്പെരുപ്പം സാധാരണക്കാരെ പോലും സാരമായി ബാധിക്കുകയും ചെയ്യും. ദീർഘകാലത്തേക്ക് ഇത് തുടരുന്നത് ലോക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വരെ എത്തിച്ചേക്കാം. അമേരിക്കയുമായും ഇസ്രായേലുമായുമുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ 3 നിബന്ധനകൾ മുന്നോട്ട് വച്ച ഇറാൻ. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് യുദ്ധം അവസാനിപ്പിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ 3 നിബന്ധനകൾ മുന്നോട്ട് വച്ചത്. ഇറാന്റെ നിയമപരമായ അവകാശങ്ങൾ അംഗീകരിക്കുക, യുദ്ധക്കെടുതികൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പു നൽകുക എന്നിവയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വച്ച നിബന്ധനകൾ. സമാധാന ചർച്ചകൾക്കിടയിലും തങ്ങളുടെ തുറമുഖങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ കടുത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം ഒഴിവാക്കാൻ അയൽ രാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യൻ, പാകിസ്ഥാൻ നേതാക്കളുമായി നടത്തിയ ചർച്ചകളിലും സമാധാനത്തിനുള്ള ഈ നിർദ്ദേശങ്ങൾ ഇറാൻ ആവർത്തിച്ചിട്ടുണ്ട്. നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഈ ഉപാധികൾ പാലിക്കപ്പെടണമെന്നാണ് ഇറാന്റെ നിലപാട്. ഉത്തര കൊറിയയിലെ ആയുധ നിർമ്മാണ ഫാക്ടറി സന്ദർശിച്ച ഏകാധിപതി കിം ജോങ് ഉന്നും കൗമാരക്കാരിയായ മകൾ കിം ജു എയും. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA ആണ് ഇരുവരും ആയുധ ഫാക്ടറി സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. കിമ്മും മകളും വെടിയുതിർത്തുകൊണ്ട് പുതുതായി നിർമ്മിച്ച പിസ്റ്റലുകൾ പരീക്ഷിക്കുന്നതിന്റെ ചിത്രങ്ങളും ഔദ്യോഗിക മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട്. ഫാക്ടറിയിലെ ഷൂട്ടിംഗ് റേഞ്ചിൽ വെച്ച് പിസ്റ്റലുകൾ പരീക്ഷിച്ച ശേഷം ഇത് മികച്ചതാണെന്നാണ് കിം ജോങ് ഉൻ അഭിപ്രായപ്പെട്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സൈന്യത്തിനും സുരക്ഷാ സേനയ്ക്കും പിസ്റ്റലുകളും ആയുധങ്ങളും വിതരണം ചെയ്യുന്നതിൽ ഫാക്ടറി നിർണായകമാണെന്നും ഇതിന്റെ വിപുലീകരണം ആവശ്യമാണെന്നും കിം ജോങ് ഉൻ വിലയിരുത്തി. പ്രധാനപ്പെട്ട ലോകവാർത്താ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. നമസ്കാരം.